അങ്ങനെ നമ്മുടെ ഹരീഷിനോട് വഴക്ക് കൂടിയിട്ട് സുധീഷിനാണെങ്കിൽ ഒട്ടും മനസ്സമാധാനം ഇല്ലാതെ നേരെ ചെല്ലുന്നതിക്ക് ബാറിലേക്കാണ്. ബാറിൽ ചെന്നിട്ട് ഇങ്ങനെ കുടിക്കാതിരിക്കുന്ന സമയത്താണ് നമ്മുടെ ഭാസ്കരൻ അങ്ങോട്ട് വരുന്നത്. അപ്പോൾ ഭാസ്കരൻ ചോദിക്കുന്നത് നീ ഇപ്പോൾ എന്തിനാണ് ഇവിടെ വന്നിരിക്കണമെന്ന് ചോദിക്കുമ്പോൾ എനിക്ക് കുറച്ച് മനസ്സമാധാനത്തിന് വേണ്ടിയിട്ടാണ് ഞാൻ ഇവിടെ വന്നിരുന്നത്, അപ്പോഴേക്കും ഇങ്ങോട്ടും വന്നു ചോദിക്കുന്നുണ്ട്. ആ സമയത്ത് ഭാസ്കരൻ പറയണ്ടേടാ മനസ്സമാധാനത്തിന് വേണ്ടി കുടിച്ചാൽ പിന്നെ മനസ്സമാധാനം കിട്ടണമെങ്കിൽ പിന്നെ ഏത് നേരം കുടിക്കേണ്ടി വരും, അത് നീ ആലോചിച്ചോ എന്നൊക്കെ പറയുന്നുണ്ട്. അതൊക്കെ ആലോചിക്കുമ്പോൾ നമ്മുടെ സുധീഷാണെങ്കിൽ കുടിക്കാതെ നീട്ടി പോകുന്നുണ്ട് വീട്ടിലേക്ക്. എന്നിട്ട് ആ സമയത്ത് നമ്മുടെ നീതി പറയുന്നുണ്ട് സുധീഷിനോട്, നിങ്ങൾ പറയുന്നുണ്ട് ഈ വീട് ഏത് നേരം നരകമാണ്, നിങ്ങൾ രണ്ടാളും തന്നെ ഈ വീട് നരകമാക്കണത്, നിങ്ങളത് ആലോചിച്ച് നോക്കി, എന്തെങ്കിലും ഉണ്ടെങ്കിൽ പരസ്പരം പതുക്കെ പറഞ്ഞ് തീർത്തൂടെ, എന്തിനാ നിങ്ങൾ രണ്ടാളും കൂടി ഇങ്ങനെ അടി കൂടണമെന്നൊക്കെ നമ്മുടെ സുധീഷിനോടും ഹരീഷിനോടും ചോദിക്കേണ്ടത്. ഹരീഷും സുധീഷും വിചാരിക്കേണ്ടത് ഒക്കെ ശരിയാണ്, എന്തിനാണ് ഞങ്ങൾ ഇങ്ങനെ അടി കൂടണമെന്നൊക്കെ വിചാരിച്ചിട്ട് അവർ രണ്ടാളും വേഗം കെട്ടിയൊക്കെ പിടിക്കുന്നുണ്ട്. എന്തായാലും നമ്മുടെ ഹരീഷിനോട് സുധീഷ് പറയുന്നത് നാളെ നമുക്കൊരു സ്കൂട്ടിയൊക്കെ വാങ്ങിയിട്ട് നമ്മുടെ നിധിനെ ദേഷ്യമൊക്കെ മാറ്റി കൊടുക്കണം എന്ന് പറയണ്ട. നമ്മുടെ ഹരീഷ് പറയേണ്ടത് എന്തായാലും വഴി ഉണ്ടാക്കാമെന്ന് പറയണ്ടേ. എന്തായാലും പിറ്റേ ദിവസം ഹരീഷ് ഒരു സ്കൂട്ടിയൊക്കെ സംഘടിപ്പിച്ച് വരുന്നുണ്ട് നമ്മുടെ നിധിക്ക് വേണ്ടി. എന്തായാലും നമ്മുടെ സുധീഷ് കണ്ണൊക്കെ പൊത്തിയിട്ട് നിധിനെ പുറത്തേക്ക് കൊണ്ടുവരുന്നുണ്ട്. സ്കൂട്ടി കണ്ടുമ്പോൾ നമ്മുടെ നിധിക്കാണെങ്കിൽ വലിയ സന്തോഷമാവുന്നുണ്ട്. എന്തായാലും സുധീഷ് വിചാരിക്കുന്നുണ്ട് നമ്മുടെ നിധി അവനെ കൊണ്ട് സ്കൂട്ടി പഠിപ്പിക്കുന്നു, എന്തായാലും അവനെ അടുപ്പിക്കണില്ല. ഇതൊക്കെ കാണുമ്പോൾ പിന്നെ നമ്മുടെ സുധീഷിനാണെങ്കിൽ വല്ലാത്ത സങ്കടം വരുന്നുണ്ട്. ഇത് കാണിച്ചുകൊണ്ടാണ് ഇന്നത്തെ പ്രൊമോ അവസാനിക്കുന്നത്. ഇതുപോലുള്ള പ്രൊമോ വിശേഷങ്ങൾ നിങ്ങളുടെ മുന്നിൽ എളുപ്പത്തിലെത്താൻ ഈ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്.